എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന രചനയ്ക്കിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് ഇഷിതയും മഹേഷും കൂടി ചേർന്ന് കൊടുക്കുന്നത്. രചന ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ചിപ്പിമോളുടെ ബാലപൂജയൊക്കെ കഴിഞ്ഞെന്നും പറഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കുമായിരുന്നു. പക്ഷെങ്കിൽ ആ സമയത്താണ് ഇഷിതയും മഹേഷും കൂടെ ചിപ്പിമോൾക്ക് വേണ്ടി വേറെ പൂജ നടത്തുന്നെന്ന് അറിഞ്ഞ് ഇതറിഞ്ഞ പടി നേരെ രചന ക്ഷേത്രത്തിലേക്ക് വെച്ചു വിട്ടു വരുവാണ്. അപ്പോഴേക്കും കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ ഇഷിതയും മഹേഷും കൂടെ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് ബാലപൂജ നടത്താനായിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. അത് കണ്ടപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല. കാരണം ഇഷിതയുടെ മനസ്സിന്റെ വിഷമം മഹേഷിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിപ്പിമോളുടെ അമ്മയായിട്ട് ആ സ്ഥാനത്ത് ഇഷിത പറഞ്ഞെന്ന് മഹേഷ് ആഗ്രഹിച്ചു തന്നെ. അങ്ങനെ അതിൻ്റെ പൂജയ്ക്ക് വേണ്ടുന്നുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. തൻ്റെ മനസ്സിൻ്റെ വേദന മഹേഷ് മനസ്സിലാക്കിയല്ലോ. മഹേഷിന് തന്നോട് ഇഷ്ടമുണ്ട്. ആ ഒരു തിരിച്ചറിവ് ആ സമയത്ത് ഇഷിതയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് തിരുമേനി പറഞ്ഞു എന്നാൽ ശരി പൂജയ്ക്ക് ഇരുന്നോളാൻ പറയണം. അങ്ങനെ ഒരു പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് രചന അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുവാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല. രചന അങ്ങോട്ട് ഭയങ്കര ദേഷ്യത്തോടെ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു എടി ഒരു തവണ നാണം കെട്ട് വീണ്ടും നീ പൂജ നടത്താൻ വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഇഷിതയോട്. പക്ഷേങ്കിൽ മഹേഷ് വിട്ടുകൊടുത്തില്ല. മഹേഷ് പറഞ്ഞു ക്ഷേത്രമാണെന്ന് ഞാൻ നോക്കില്ല, നിന്നെ ഇവിടെ ഇട്ട് ഞാൻ തീർക്കുമെന്ന് പറയണം, മര്യാദയ്ക്ക് പൊക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്. പിന്നീട് പറഞ്ഞു ചിപ്പിമോളുടെ അമ്മ ഞാനാണ്, എനിക്കാണ് ആ പൂജ നടത്താനുള്ള അർഹത അവകാശമുള്ള, അല്ലാതെ ഇവൾക്കല്ലെന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അതെ ചിപ്പിമോളെ അമ്മയായിട്ട് ചിപ്പിമോളുടെ അമ്മയായിട്ട് ഇഷിതയെ അംഗീകരിക്കാൻ പോകുന്ന ചടങ്ങ് നടത്താൻ പോകുന്ന ഇവിടെ, അല്ലാതെ നിന്നെയല്ല ആ സ്ഥാനത്തേക്ക് ഞാൻ കാണുന്നത്. മുമ്പേ ഒരു പൂജ നടത്തിയാലും അതിന് എൻ്റെയോ ചിപ്പിമോളുടെയോ ഒരു സമ്മത കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് പോയി. പക്ഷെ ഇത് അതുപോലെ അല്ലടി. ചിപ്പിമോൾക്കാണേലും തൻ്റെ അമ്മയായിട്ട് പണ്ട് ഇഷിതയാവണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് മോളുടെ മനസ്സറിഞ്ഞാണ് ഞങ്ങൾ ഈ പൂജ നടത്തുന്നതെന്നൊക്കെ പറയാണ്. അവസാനം രചനയ്ക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പക്ഷെ രചനയുടെ കാണെങ്കിൽ ഇഷിത ചിപ്പിമോൾക്ക് വേണ്ടി ബാലപൂജ ചെയ്യുകയാണ്. രചന തകർന്നടിച്ച് നിൽക്കുക. ആകാശ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു വിട്ടുണ്ടായിരുന്നു, നീ ജയിച്ചു വരണമെന്ന്. പക്ഷെ രചനയ്ക്ക് ജയിക്കാനായിട്ട് പറ്റിയില്ല. എങ്ങനെ ജയിക്കാൻ പറ്റും? മഹേഷിനോട് മുട്ടുരുമെന്നാണ് ഇഷിത പൂജകളൊക്കെ നടത്തുന്നത്. അത് കാഴ്ച കണ്ടപ്പം രചനയ്ക്ക് സഹിയിട്ടു. അവസാനം പൂജ കഴിഞ്ഞ് ഇഷിത അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഇഷിത എഴുന്നേറ്റ് പറഞ്ഞു മുമ്പേ നീ പറഞ്ഞല്ലോ എനിക്ക് അമ്മയാൻ പറ്റില്ലെന്ന്. പക്ഷേ എടി പ്രസവിക്കണമെന്നില്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയാവണമെന്ന്, അല്ലെങ്കിലും അമ്മയാകാനൊക്കെ സാധിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത രചന അങ്ങോട്ട് വലിച്ചു കീറുവാണ്. പിന്നീട് പറഞ്ഞു ഇപ്പം ഞാൻ ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, എൻ്റെ അരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ, അതുപോലെ തന്നെ ആദ്യം ഉണ്ടല്ലോ അവനെയും കൊണ്ടുവരും, നിന്റെ മകൻ ആദ്യം ഞാൻ കൊണ്ടുവരും, എൻ്റെ മകനായിട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം രചന ആകെപ്പാടെ തകർന്നു പോയി. രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ രചന നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോരുവാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുക. ആരോടും മിണ്ടാൻ പോലും തോന്നില്ല. തൻ്റെ ആദ്യത്തെ എനിക്ക് നഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത രചനയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അവസാനം ആദ്യം വന്നിട്ട് രചനയോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എന്താ അമ്മേ ഇനിയിപ്പോൾ അങ്കിള് വല്ല ചീത്താൻ പറഞ്ഞു അങ്കിളിനെ, അല്ല അങ്കിള് വല്ല ചീത്താൻ പറഞ്ഞു അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രചന പറഞ്ഞു അതൊന്നുമില്ല. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. ചിപ്പിമോളുടെ ബാലപൂജയെക്കുറിച്ചെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ചിപ്പിമോളെ കൊടുക്കരുത്, ചിപ്പേനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം, എൻ്റെ അനിയത്തിയല്ലേ അവളെ ഇവിടെ കൊണ്ടു നിർത്തണം എന്നൊക്കെ പറയാം. ഇത് കേട്ടതും രചന പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന് പറയണം. അതിനൊക്കെ വഴിയുണ്ട്. എന്നെ ഊട്ടിയിലെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ മാറ്റണേ. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ചിപ്പിയുടെ സ്കൂളിൽ ചേർത്താൽ മതി. അവിടെ വെച്ച് ഞാൻ അവളുമായിട്ട് കമ്പനി ആയിക്കോളാം, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ ആദ്യം ആ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. ഈ സമയം ആഷിതയ്ക്ക് സന്തോഷകരമായ വാർത്ത എത്തുവാണ്. ആഷിതയ്ക്ക് HSC നിയമനം കിട്ടി. HSC നിയമനം കിട്ടിയതിനേക്കാൾ ഉപരി സന്തോഷമായത് തൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തനിക്ക് വീട്ടിൽ നിന്ന് വന്ന് പോയിട്ട് വരാം, ഇനിയിപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ സൂരജൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. സൂരജനെ ചിപ്പിമോളുടെ സ്കൂളിൽ ചേർക്കാം എന്നൊരു തീരുമാനത്തിലും എത്തി. അതാ പിന്നെ കുഴപ്പമില്ല, ചിപ്പി സൂരജ് ഒരുമിച്ച് സ്കൂളിൽ പോയും തിരിച്ചു വരികയൊക്കെ ചെയ്തോളും. ഇതറിഞ്ഞ് കഴിഞ്ഞപ്പം പ്രിയാമണിക്കും മാഷിനും സന്തോഷമായി. അങ്ങനെ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ആഷിത വീട്ടിലേക്ക് വരുന്നുണ്ട്. ആഷിത വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇഷിതയ്ക്കും സുഹിത്രയ്ക്ക് സന്തോഷമായി. ഇവിടെ ആഷിതേച്ചി ഉണ്ടെങ്കിൽ എപ്പോഴും കാണുകയും ചെയ്യും. അത് മാത്രമല്ല മനസ്സിനെ അമ്മയുടെ ടോർച്ചറിങ് ഭയപ്പെടുകയും ചെയ്യണ്ടല്ലോ. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എല്ലാം കടിച്ചു പിടിച്ച് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആഷിതയോടെ കഴിഞ്ഞുവിടുന്നത് കുറേ കാലമായിട്ട്.
കാരണം ഒരു ജോലിയില്ല, കൂലിയില്ല, വരുമാനമില്ല. അതിൻ്റെ പേര് കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ആ പേടി വേണ്ട. സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട്. ആരുടെ മുന്നിൽ ഒരു 10 പൈസയ്ക്ക് പോലും കൈ നീട്ടണ്ട. അതിനേക്കാൾ ഉപരി തിന്നുന്ന ചോറിന് കണക്ക് കേൾക്കുകയും വേണ്ട. ആ ഒരു സന്തോഷം ആഷിതയ്ക്കും ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്യാണ്, അങ്ങനെ സൂരജ്മോനെ സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ചിപ്പിമോള് ചേർക്കുന്ന സ്കൂളിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്കൂളിലൊക്കെ ചേർത്തിട്ട് തിരികെ വരുവാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, ഇഷിത പോയി കാണുന്ന വിനോദിനെയാണ്. കാരണം വിനോദിനെ കാണുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, സുമിത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണക്കാര്യത്തെക്കുറിച്ച്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. ഇനിയിപ്പോൾ അത് നീട്ടി വെച്ചുകൊണ്ട് പോയിക്കൂടാ. കാരണം സുമിത്രയ്ക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനോദിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് വിനോദിനെ കണ്ടിട്ട് ഇഷിത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പറഞ്ഞു, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും അവളുടെ കഴുത്തിൽ താലിയാർത്താൻ എനിക്ക് സമ്മതമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏട്ടനോട് ഏട്ടത്തിയമ്മ സംസാരിക്കണം. ഏട്ടൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഏട്ടനെ സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് അവളുടെ കഴുത്തിൽ താലിയാർത്താൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു, ആ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചോളാം ഏട്ടനോട്. ഞാൻ പറഞ്ഞു മഹേഷിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. കാരണം ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന അവൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് കേട്ടപ്പം ഇഷിതയ്ക്ക് തോന്നി ഇനിയിപ്പോൾ ആ കാര്യവും പ്രശ്നം സോൾവായി, സുമിത്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നൊക്കെയായിരുന്നു. പിന്നീട് ചിപ്പിമോളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ഒരു മീറ്റിംഗ് വന്നു കഴിയുമ്പോഴത്തേനും ഇഷിതയും മഹേഷും ഒക്കെ ചിപ്പിമോളെയും കൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സൂരജ്മോനെയും കൊണ്ട് ആഷിതയും വരുന്നുണ്ട്. അപ്പോഴാണ് ആദ്യം കൊണ്ട് രചന അങ്ങോട്ടേക്ക് വരുന്നത്. സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടിരുന്നതാണ്. ആദ്യം സ്കൂളിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടിരുന്നതാണ്. ഊട്ടിലെ സ്കൂളിൽ നിന്ന് TC ഒക്കെ വാങ്ങി അങ്ങോട്ടേക്ക് കൊണ്ട് ചേർക്കാൻ വരുന്ന സമയത്താണ് ഇവരും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ രചന വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മഹേഷിനെ ഇഷിതയും കണ്ടു. രചനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ചിപ്പിമോളുടെ കൈയും പിടിച്ച് അവർ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് കട്ട കലിപ്പായി. ഈ സമയം ആദ്യം പറഞ്ഞു, അമ്മ പേടിക്കൊന്നും വേണ്ടമ്മേ, ചിപ്പിനെ അധികം വൈകാതെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് രചന എന്ത് ചെയ്യാണ്, ചിപ്പി എന്ന് പറഞ്ഞ് അടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് മാറി. ചിപ്പി ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഈ സമയം രചന ആ പാടെ നാണം കെട്ടുപോയി. പിന്നീട് രചന ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ആദ്യയുടെ അടുത്തേക്ക് ഇഷിത ചെല്ലുവാണ്. ഇഷിത എന്നിട്ട് ഇഷാദയെന്ന് വിളിക്കുവാണ്. ഇഷാദ് എന്നുള്ള വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഇഷാദോ? ഞാൻ ഇഷാദൊന്നും അല്ലെന്ന് പറയണ. അത് പിന്നെ മോനെ നീ ഇഷാദോ? ഏത് ഇഷാദ്? നിങ്ങൾക്ക് ആള് മാറിയതൊക്കെയാന്ന് പറയണ. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അല്ല എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല, ഞാൻ മോനെ തന്നെ വിളിച്ചെന്ന് പറയണ. എന്നെ മനസ്സിലായെന്ന് ചോദിക്കാം. പിന്നെ നിങ്ങളെ മനസ്സിലാവാതിരിക്കാനായിട്ട് എനിക്കെന്താ, എൻ്റെ ഡാഡിയുടെ 2ാം ഭാര്യയല്ലേ നിങ്ങൾ, എനിക്ക് നിങ്ങളെ കാണുന്ന തന്നെ വെറുപ്പാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിത ചോദിച്ചു, അല്ല മോൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്ന് ചോദിക്കും. എന്ത് കാര്യങ്ങൾ? എനിക്കറിയാം, നിങ്ങൾ എന്നെ പാട്ടിലാക്കാൻ വേണ്ടി വന്നിരിക്കല്ലേ, അത് ഈ ജന്മത്തടക്കില്ല. എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി. ഞാൻ ആദ്യം അറിയാലോ, നിങ്ങളെ തകർച്ചയാ എൻ്റെ ലക്ഷ്യം. അധികം വൈകാതെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. ആദ്യം അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതൊക്കെ പറയണം. പിന്നെ മേലാല് ഇഷാദെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നാണ്ടല്ലോ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയണം. ഇഷിതയ്ക്ക് സങ്കടമായി. പക്ഷെ ഇഷിത ഓർത്തു, അവനെ അറിയില്ലല്ലോ, അവൻ്റെ ഓർമ്മശക്തി അവന് ശരിയും തിരികെ കിട്ടിയിട്ടില്ലല്ലോ, അവൻ്റെ ആ പഴയ കാലങ്ങളൊന്നും അവന് ഓർമ്മയില്ല. അതുകൊണ്ട് അവനിങ്ങനെ പെരുമാറുന്ന അവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇഷിതയുടെ ചിന്തയുണ്ട്. ചിലപ്പം ഇഷാദയെന്ന് വിളിച്ചു കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായാലെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വിളിക്കുന്നത് തന്നെ. പക്ഷെ ഇഷിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഇങ്ങനെ മനസ്സിലാലോചിച്ചു, ഇഷാദ് എന്ന ആളാ വിളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് എങ്ങനെയാ, ആ ഒരു പേര്, അതിനെക്കുറിച്ച് പിന്നീട് ആദ്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. എവിടെയോ കേട്ടുള്ള പോലെ ഒരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഇഷിതയും മഹേഷും ചിപ്പിമോളും കൂടെ മീറ്റിങ്ങിന് വേണ്ടി അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. പിന്നീടാണ് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. കാരണം വിനോദിനെ ഈ പറയുന്ന അനുഗ്രഹയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അനുഗ്രഹം അത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ പണ്ട് മുതലേ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് വിനോദമാണെങ്കിൽ അവളെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ അനുഗ്രഹ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, അനുഗ്രഹയുടെ അമ്മയും കൂട്ടിക്കൊണ്ട് വരുവാണ്. അത് വേറൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല, വിനോദിന് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. അനുഗ്രഹ വീട്ടിൽ പറഞ്ഞു തനിക്ക് വിനോദിനെ ഇഷ്ടമാണ്, അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിനോദിനുള്ള ആലോചനയുമായിട്ട് എന്ത് ചെയ്യുവാണ്, മഹേഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. കാരണം മഹേഷിനോട് സുമിത്രയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യുവാണ്, അനുഗ്രഹയുടെ ആലോചന അങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മഹേഷിന് അനുഗ്രഹനെ ഇഷ്ടമായിരുന്നു. നല്ല കുട്ടിയാണ്, എല്ലാം കൊണ്ട് ചേരും, വിനോദിന് ചേരും. അപ്പോൾ ആ ഒരു കാര്യം അവർ സ്വപ്നവലിയാണെങ്കിലും എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇഷിതയ്ക്ക്.
സുഹൃത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പക്ഷെ എങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മഹേഷിന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം അരുന്ധതി ഒരു പക്ഷേങ്കിൽ എന്തായാലും പണി വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ചാപ്റ്റേഴ്സ് വിൽക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമോ അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മഹേഷിന്റെ ജോലിക്കാര്യത്തെ അത് ബാധിക്കുകയും ചെയ്യും. മഹേഷിന്റെ സീനിയർ ബോസ് ആണല്ലോ ഈ പറയുന്ന അരുന്ധതി മാഡം, അവരുടെ മോളാണ് അനുഗ്രഹ. അപ്പോൾ ആ ഒരു ടെൻഷനും ഇഷിതയുടെ മനസ്സിലേക്ക് വരുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇഷിത പെട്ട അവസ്ഥയാണ്. അതുപോലെ തന്നെയായിരുന്നു സുഹിത്രയ്ക്കും. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് സുഹിത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം സുഹിത്ര ആദ്യമേ തന്നെ വിനോദിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുഗ്രഹമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണം, എനിക്കിനി ഒന്നുകൂടെ ഒരു ചതിയും കൂടെ താങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷെ വിനോദിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ അനുഗ്രഹയ്ക്ക് അങ്ങനെയല്ലായിരുന്നു. അനുഗ്രഹയ്ക്ക് വിനോദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് മാത്രമല്ല, കല്യാണം കഴിക്കുന്നെങ്കിൽ വിനോദിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് തന്നെ. അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ സൂരജും ചിപ്പിമോളും ആദ്യം കൂടി ഒരു തകർപ്പം പ്രകടനം തന്നെ നടത്തുന്നുണ്ട്. കാരണം ചിപ്പിമോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് രചന അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആദ്യം ശ്രമിക്കും. പക്ഷേ ആദ്യയുടെ ഒരു പരിപാടിയും നടക്കത്തില്ല. അവസാനം ആദ്യക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. ഇഷിതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. ആദ്യയുടെ അബോധം മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. താൻ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ കിട്ടിക്കഴിയുമ്പം ഇഷിതയെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരും. അപ്പോൾ അവസാനം ആദ്യം ഇഷിതനെ കാണാൻ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.